കുട്ടികൾ ഇരയായ കരളലിയിക്കുന്ന രണ്ട് ദുരന്ത വാർത്തകളാണ് ഇന്നുണ്ടായത്. ഒന്ന് കേരളത്തിലെ പാലക്കാടായിരുന്നുവെങ്കിൽ മറ്റൊന്ന് രാജസ്ഥാനിൽ. രാജസ്ഥാനിൽ 55 മണിക്കൂർ ജീവൻ നിലനിർത്താൻ പൊരുതിയ 5 വയസ്സുകാരൻ ആര്യൻ ഇന്ന് രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. കുഴൽക്കിണറിൽ കുടുങ്ങിയ ആര്യനെ 55 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞെങ്കിലും അവസാനം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ദോസ ജില്ലയിലെ കാളിഘട്ട് ഗ്രാമത്തിൽ 160 അടി താഴ്ചയുള്ള കുഴൽക്കിണറിലാണ് കുട്ടി വീണത്. പാടത്ത് കളിക്കുന്നതിനിടയിലായിരുന്നു അപകടം. കുഴൽക്കിണറിന് സമീപം മറ്റൊരു കുഴിയെടുത്ത് കുട്ടിയെ പുറത്തെടുത്തപ്പോൾ അബോധാവസ്ഥയിലായിരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയാണ് രക്ഷാദൗത്യം ഏറ്റെടുത്തിരുന്നത്. രക്ഷാദൗത്യത്തിനിടെ ക്യാമറയിലൂടെ കുട്ടിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയും പൈപ്പ് വഴി ഓക്സിജൻ നൽകുകയും ചെയ്തിരുന്നു. ഒരു നാടിൻ്റെ മനസ്സുരുകിയുള്ള പ്രാർത്ഥനയ്ക്കൊപ്പം മനുഷ്യസാധ്യമായ എല്ലാ സംവിധാനങ്ങൾ ഒരുക്കിയെങ്കിലും അവസാനം എല്ലാം വിഫലമാവുകയായിരുന്നു. ഇന്ന് വൈകിട്ട് പാലക്കാട് നിന്നാണ് രണ്ടാമത്തെ ദുരന്തവാർത്ത എത്തിയത്. പാലക്കാട് പനയമ്പാടത്തായിരുന്നു രണ്ടാമത്തെ ദുരന്തം. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥിനികൾക്കാണ് ജീവഹാനി സംഭവിച്ചത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന, മിത, റിത, ആയിഷ എന്നിവരാണ് മരണമടഞ്ഞത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാളിതുവരെ ഈ ഭാഗത്ത് 55ഓളം അപകടങ്ങൾ നടന്നതായാണ് പറയപ്പെടുന്നത്. ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം MLA കെ ശാന്തകുമാരി നിയമസഭയിൽ വരെ പ്രശ്നം ഉന്നയിച്ചിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ല. ഇപ്പോൾ 4 കുരുന്നുകളുടെ ചേതനയറ്റ ശരീരങ്ങൾക്ക് മുന്നിൽ നിന്ന് നാട് ചോദിക്കുന്നതും ഒരു ചോദ്യം മാത്രമാണ്: ഈ റോഡിലൂടെ എന്ത് ധൈര്യത്തിൽ ഞങ്ങളിനി കുട്ടികളെ പറഞ്ഞുവിടും?